ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, റിട്ടേൺ എക്സാം ആയിക്കോട്ടെ, എവിടെയും നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ ഒരു പ്രാധാന്യം. എന്നും നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കൂ അതിനുവേണ്ടി. എന്നാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും ആ ഒരു മേഖലയിലും. JDS കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 23. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: മോസിൻ അലി വിൻസ് ദി ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഇൻ മെൻസ് 1000 മീറ്റർ കയാക്കിംഗ്. പുരുഷന്മാരുടെ 1000 മീറ്റർ കയാക്കിംഗിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടി മോസിൻ അലി. സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്, എന്നാലും ഈ വാർത്തയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 22 നടന്ന ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ പുരുഷന്മാരുടെ 1000 മീറ്റർ കയാക്കിംഗിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? മോസിൻ അലി, ജമ്മു. ഖേലോ ഇന്ത്യയുടെ ആദ്യത്തെ വാട്ടർ സ്പോർട്സ് ഗെയിം ആണ് നടന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 21 ആരംഭിച്ച ഈ ഒരു വാട്ടർ സ്പോർട്സിന്റെ ആദ്യത്തെ ഒരു സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് മോസിൻ അലി. ഖേലോ ഇന്ത്യ ആദ്യമായി നടന്നിട്ടുള്ളത് ഇപ്പോൾ ഓഗസ്റ്റ് 21 ആ ഒരു ഗെയിംസിൽ ആദ്യത്തെ സ്വർണ്ണം നേടിയിട്ടുള്ള വ്യക്തിയാണ് മോസിൻ അലി, ജമ്മു. 17 വയസ്സുള്ള മോസിൻ അലി ജമ്മു കാശ്മീരിലെ ഒരു സാധാരണ ഒരു പയ്യനും ഒപ്പം തന്നെ അവിടുത്തെ ബോട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ്. ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ 2025 ഓഗസ്റ്റ് 21 എവിടെയാണ് ആരംഭിച്ചത്? ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ദാൽ തടാകം. ജമ്മു കാശ്മീരിലെ ദാൽ തടാകത്തിലാണ് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ആരംഭിച്ചത് 21 ഓഗസ്റ്റിന്. ഖേലോ ഇന്ത്യ ഇന്നിപ്പോൾ വളരെയധികം പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു ഗെയിംസ് ആണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഖേലോ ഇന്ത്യ പാര ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്. അതുകൂടാതെ തന്നെ ഈ പ്രാവശ്യം നടന്നിട്ടുള്ള ഒന്നാണ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ്. ഇത് നടന്നിട്ടുള്ളത് ദ്വീപിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 21 ആരംഭിച്ചു. ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറും അഡ്മിനിസ്ട്രേറ്ററും ആരാണ്? മനോജ് സിൻഹ. മനോജ് സിൻഹയാണ് ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവിയാണ്. അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ജമ്മു കാശ്മീർ മനോജ് സിൻഹ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: UP's ജലാലാബാദ് ടു ഗെറ്റ് എ ന്യൂ നെയിം. ഉത്തർപ്രദേശിലെ ജലാലാബാദിന് പുതിയ പേര് ലഭിക്കുന്നു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് എന്തായിരിക്കും? പരശുരാംപുരി. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്രദേശമാണ് ജലാലാബാദ് ടൗൺ. ജലാലാബാദ് ടൗൺ ആണ് ഇപ്പോൾ പുതിയ പേര് ലഭിച്ചിരിക്കുന്നത്. അതായത് പരശുരാംപുരി എന്നാണ് ഈ ഒരു ടൗണിന്റെ ഇനി പുതിയ പേര്. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് പരശുരാംപുരി എന്നാക്കി മാറ്റിയ മന്ത്രാലയം ഏതാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. യൂണിയൻ ഹോം മിനിസ്ട്രി ആണ് ജലാലാബാദിനെ പരശുരാംപുരി എന്ന് പേര് മാറ്റിയിട്ടുള്ളത്. ഇത് UP ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷനിലാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത്. അതായത് ഒരു സർക്കാർ അതിന്റെ പുതിയ പേര് അത് റെക്കമെൻഡ് ചെയ്യുക, അത് യൂണിയൻ ഹോം മിനിസ്ട്രി പഠിച്ചതിന് ശേഷം അത് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. ഇതനുസരിച്ച് യൂണിയൻ ഹോം മിനിസ്ട്രി ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ജലാലാബാദ് എന്ന ടൗണിന്റെ പുതിയ പേര് നൽകിയിട്ടുള്ളത് പരശുരാംപുരി. ഹിന്ദു പുരാണത്തിൽ ഭഗവാൻ പരശുരാമൻ ഏത് സ്ഥലത്താണ് ജനിച്ചത്? മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയായ ജൻപാവ്. ജൻപാവ് എന്ന സ്ഥലത്താണ് മധ്യപ്രദേശിലെ ഇൻഡോർ ഡിസ്ട്രിക്റ്റിൽ ഹിന്ദു പുരാണത്തിലെ ഭഗവാൻ പരശുരാമൻ ജനിച്ച സ്ഥലം. പരശുരാംപുരി എന്ന സ്ഥലമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ജലാലാബാദിന്. 1560 ജലാലാബാദ് സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിയുടെ പേര് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. ഏതാണ്ട് 1560 ഈ പ്രദേശത്തെ ജലാലാബാദ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. മുഗൾ എംപറർ ആയിരുന്ന ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ ആണ് ഈ പേര് നൽകിയിട്ടുള്ളത്. അതായത് ജലാലാബാദ് 2025 ആണ് ജലാലാബാദ് ടൗണിന് ഇപ്പോൾ പരശുരാംപുരി എന്ന് പേര് നൽകിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: രക്ഷാമന്ത്രി ഇന്ററാക്ട് വിത്ത് ഗ്ലോബൽ വുമൻ പീസ് കീപ്പേഴ്സ്. ആഗോള വനിതാ സമാധാന സേനാംഗങ്ങളുമായി രക്ഷാമന്ത്രി സംവദിക്കുന്നു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
2025 ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 21 വരെ യുണൈറ്റഡ് നേഷൻ വുമൻ മിലിറ്ററി ഓഫീസേഴ്സ് കോഴ്സ് UNWMOC 2025 എവിടെയാണ് നടക്കുന്നത്? മനേക്ഷ സെന്റർ, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ്. ഇത് യുണൈറ്റഡ് നേഷൻ വുമൻ മിലിറ്ററി ഓഫീസേഴ്സ് കോഴ്സ് ആണ്. ഓഗസ്റ്റ് 18 ആരംഭിച്ച് ഓഗസ്റ്റ് 29 ഇത് അവസാനിച്ചു. ന്യൂഡൽഹിയിലെ മനേക്ഷ സെന്ററിൽ വെച്ചാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും കീഴിൽ യുണൈറ്റഡ് നേഷൻ വനിതാ മിലിറ്ററി ഓഫീസേഴ്സ് കോഴ്സ് സംഘടിപ്പിച്ചത് ആരാണ്? സെന്റർ ഫോർ യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പിംഗ്. യുണൈറ്റഡ് നേഷന്റെ പീസ് കീപ്പിംഗ് ഫോഴ്സിന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ആണ് യുണൈറ്റഡ് നേഷൻ വുമൻ മിലിറ്ററി ഓഫീസേഴ്സ് കോഴ്സ്. ഈ പ്രാവശ്യം ഈ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂഡൽഹിയിലെ മനേക്ഷ സെന്ററിൽ വെച്ചാണ്. ഈ പറഞ്ഞ കോഴ്സ് ഇവിടെ നടത്തുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ സെന്റർ ഫോർ യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പിംഗ് ആണ് UN വുമൻ മിലിറ്ററി ഓഫീസേഴ്സ് കോഴ്സ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 18 മുതൽ ന്യൂഡൽഹിയിലെ മനേഷ് സെന്ററിൽ നടക്കുന്ന UNWMOC 2025 എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാർ പങ്കെടുക്കുന്നു? 18 രാജ്യങ്ങൾ. 18 രാജ്യങ്ങളിലെയും ഒപ്പം തന്നെ ഇന്ത്യയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് ആണിത്. മനേക്ഷ സെന്ററിലെ യുണൈറ്റഡ് നേഷൻ വുമൻ മിലിറ്ററി ഓഫീസേഴ്സ് കോഴ്സ്. UN വനിതാ മിലിറ്ററി ഓഫീസേഴ്സ് കോഴ്സ് 2025 പങ്കെടുക്കുന്ന ആഗോള വനിതാ സമാധാന സേനാംഗങ്ങളുമായി ആരാണ് സംവദിച്ചത്? രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ശ്രീ രാജ്നാഥ് സിംഗ്. അദ്ദേഹം ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വുമൻ ഓഫീസേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തു. ഇതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഹെഡിങ്. അതായത് രക്ഷാമന്ത്രി ഇന്ററാക്റ്റഡ് വിത്ത് ദി വുമൻ ഓഫീസേഴ്സ് ഓഫ് പീസ് കീപ്പിംഗ് ഫോഴ്സ്. അടുത്തൊരു ന്യൂസ് ഹെഡിങ് ആണ് ഇന്ത്യൻ ഒളിമ്പ്യൻ വളരിവൻ വിൻസ് ഗോൾഡ് ഇൻ 100 മീറ്റർ എയർ പിസ്റ്റൾ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യൻ ഒളിമ്പ്യൻ വളരിവൻ സ്വർണം നേടി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കസഖ്സ്ഥാനിലെ ഷിംകന്റിൽ നടന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ഇന്ത്യൻ ഒളിമ്പ്യൻ എളവനിൽ വളരിവൻ. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ സ്പോർട്സ് പേജിലെ വാർത്തയാണ്. അതായത് 16th ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്. അത് ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഒളിമ്പ്യൻ താരമായിട്ടുള്ള എളവനിൽ വളരിവൻ 10 മീറ്റർ എയർ റൈഫിൾസിൽ സ്വർണം കരസ്ഥമാക്കി. ഈ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് കസഖ്സ്ഥാനിലെ ഷിംകനിലാണ്. 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യൻ ഒളിമ്പ്യൻ എളവനിൽ വളരിവൻ ഈ ഒരു സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഗോൾഡ് മെഡൽ നേടുന്നത് ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിൽ. ഓരോ സ്പോർട്സ് താരങ്ങളുടെയും പേരും അതുപോലെ തന്നെ ഏത് ഈവന്റ് ആണ് എന്നത് നമ്മൾ ഓർത്തിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എളവനിൽ വളരിവൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട സ്പോർട്സ് താരം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയണം അത് ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗിൽ 10 മീറ്റർ എയർ റൈഫിലാണ് ഇപ്പോൾ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് ഷേപ്പ് ഓഫ് മോമോ ടു പ്രീമിയർ ഇൻ വിഷൻ സെക്ഷൻ ഓഫ് ഏഷ്യാസ് ബിഗസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയുടെ വിഷൻ വിഭാഗത്തിൽ ഷേപ്പ് ഓഫ് മോമോ പ്രീമിയർ ചെയ്യും. ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. എവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വിഷൻ വിഭാഗത്തിലേക്ക് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? ഷേപ്പ് ഓഫ് മോമോ. ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് വിഷൻ വിഭാഗത്തിൽ ഇന്ത്യൻ ചിത്രമായിട്ടുള്ള ഷേപ്പ് ഓഫ് മോമോയ്ക്ക് ഈ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. ഷേപ്പ് ഓഫ് മോമോ എന്ന ആദ്യ ചലച്ചിത്രത്തിന്റെ സംവിധായകനായ സിക്കിമിൽ നിന്നുള്ള സ്വതന്ത്ര ചലച്ചിത്രകാരന്റെ പേര് ട്രിബേനി റായ്. സിക്കിം സ്വദേശിയാണ് ട്രിബേനി റായ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ ഒരു ഫിലിം ആണ് ഷേപ്പ് ഓഫ് മോമോ. ഈ ചിത്രമാണ് ഇപ്പോൾ ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ വിഷൻ സെക്ഷനിലേക്ക് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായ ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എല്ലാ വർഷവും എവിടെയാണ് നടക്കുന്നത്? ബുസാൻ, സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിലെ ഒരു പ്രദേശമാണ് ബുസാൻ. ഇവിടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവൽ ആയിട്ടുള്ള ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.